ഫെബ്രുവരിയിൽ സംഗീത സ്വർണലിംഗം വിവാഹമോചന ഹർജി ഫയൽ ചെയ്തുവെന്ന വാർത്ത പുറത്തുവന്നപ്പോൾ ആരാധകരും തമിഴ്നാട് ജനതയും ഞെട്ടിയിലായിരുന്നു. അകൽച്ചയിലാണെങ്കിൽ കൂടിയും എല്ലാം പറഞ്ഞ് തീർത്ത് ഇരുവരും ഒന്നിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്കെല്ലാം അതൊരു തിരിച്ചടിയായിരുന്നു. എന്നാൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ ഒന്നും നടൻ എവിടെയും പ്രതികരിച്ചിട്ടുമില്ല. തനിക്ക് ചുറ്റും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും താൻ തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നും മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയ ശേഷം സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങളിൽ മാത്രമായ വിജയുടെ ശ്രദ്ധ. ഇപ്പോഴിതാ സംഗീത സമർപ്പിച്ച വിവാഹമോചന ഹർജി അവർ തന്നെ പിൻവലിച്ചിരിക്കുകയാണ്. ഇന്ന് ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിക്ക് മുന്നിൽ തൻ്റെ കാര്യങ്ങൾ വീഡിയോ കോൺഫറൻസ് വഴി സംഗീത ബോധിപ്പിച്ചു. ശേഷമാണ് കേസ് പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചത്. താരപത്രി അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയതിന് പിന്നിലെ കാരണവും വ്യക്തമല്ല. അതേസമയം വിവാഹമോചന ഹർജി പിൻവലിച്ചുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വിജയ് മുമ്പ് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും ഇപ്പോൾ വൈറലാവുകയാണ്. താനൊരു ശാന്ത പ്രകൃതക്കാരനാണെങ്കിലും സൈലന്റ് നേച്ചറിൽ ഇരുന്ന് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാറുണ്ടെന്ന് വിജയ് പറയുന്നു. ശാന്ത സ്വഭാവത്തോടെ ഇരിക്കുന്നതുകൊണ്ട് എന്താണ് ലാഭമെന്ന് അവതാരക ചോദിച്ചപ്പോഴായിരുന്നു നടൻ്റെ മറുപടി. എന്തായാലും ലാഭമെന്ന് എനിക്ക് ശരിക്ക് അറിയില്ല. പക്ഷേ ശാന്തമായി ഇരുന്നുകൊണ്ട് നിരവധി കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. മനഃപൂർവ്വമായി ഞാൻ സമാധാനപ്രിയനും ശാന്തനുമായി ഇരിക്കുന്നതല്ല. എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. സൈലൻ്റായിരുന്ന് കാര്യങ്ങൾ സാധിക്കാൻ എനിക്ക് കഴിയാറുണ്ട്. ചിലപ്പോൾ സാധിച്ചെടുക്കാൻ അല്പം കാലതാമസമെടുക്കും. എന്നിരുന്നാലും ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ കഴിയാറുണ്ട്. ഞാൻ ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്നയാളാണ്. അതാണ് എൻ്റെ ബലവും ബലഹീനതയും. ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നീടുണ്ടാകുന്ന സാഹചര്യങ്ങൾ വിശ്വാസം മൂലം എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ല. ഞാൻ വിശ്വസിച്ച ആളുകൾ കാലുവാരുന്നതാണ്. എൻ്റെ അപ്പ എന്നെ സുഹൃത്തിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് എന്നാണ് നടൻ പറഞ്ഞത്. വിജയിയുടെ പഴയ അഭിമുഖം വൈറലായതോടെ ഇത് തന്നെയാണോ ഭാര്യ സംഗീതയിലും പരീക്ഷിച്ചത് എന്നാണ് കമൻറ്റ് ബോക്സിൽ ഉയരുന്ന ചോദ്യം. കാരണം വിജയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് ആദ്യം കോടതിയെ സമീപിച്ചതും സംഗീതയാണ്. കുറച്ചു വർഷങ്ങളായി നടനിൽ നിന്നും അകന്നു കഴിയുകയാണ് താരപത്നി. ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വിവാഹമോചന ഹർജി ഫയൽ ചെയ്തതും ജീവനാംശം അടക്കമുള്ള അതും ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു ഉറച്ച തീരുമാനവുമായി എത്തിയ വ്യക്തി എന്തുകൊണ്ട് കേസ് ഇപ്പോൾ പിൻവലിച്ചുവെന്ന സംശയവും പ്രേക്ഷകർക്കും ഉണ്ട്. നടി തൃഷയുമായി നടനുമുള്ള ബന്ധമാണ് സംഗീതയുമായുള്ള ദാമ്പത്യത്തിൽ വിള്ളൽ വീഴാനുള്ള പ്രധാന കാരണവും. സംഗീതയുമായി വിജയ് വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രചരിക്കുന്നുണ്ട്. അതേസമയം കേസ് കോടതിക്ക് പുറത്തുവെച്ച് തീർപ്പാക്കാമെന്ന് പറഞ്ഞതിനാലാകാം സംഗീത കേസ് പിൻവലിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. മക്കൾ രണ്ടുപേരും സംഗീതയുടെ സംരക്ഷണയിലാണ്.